ഇളം മനസ്സുകളിൽ ശുദ്ധമായ കാര്യങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കുകയാണ് വേണ്ടത്. അതിൽ മാധ്യമങ്ങൾക്കും പങ്കുണ്ട്. ഈ പറയുന്ന വിവാദങ്ങൾ ഉണ്ടാക്കാൻ നോക്കുന്ന വലതുപക്ഷ മാധ്യമങ്ങളും ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പോൾ ആരോഗ്യരംഗത്ത് വന്ന മാറ്റം അത് കുട്ടികൾ മനസ്സിലാക്കേണ്ട കാര്യമല്ലേ? കേരളം അമേരിക്കയെ കവച്ചു വെച്ചിരിക്കുന്നു എന്നൊരു കുട്ടി അറിയുമ്പോൾ അമേരിക്കയെ പറ്റിയാണല്ലോ ഇപ്പം വലിയ ഏറ്റവും സമ്പൽ സമൃദ്ധ രാജ്യമെന്നൊക്കെ കുട്ടി ഘോഷിക്കുന്നത്. അവിടുത്തെ ആരോഗ്യരംഗത്തെ നേട്ടത്തെക്കാളും വലിയ നേട്ടം അവിടെ ശിശുമരണ നിരക്ക് 5.6, കേരളത്തിൻ്റെത് 5. അപ്പോൾ അമേരിക്കയെ കേരളം കവച്ചു വെക്കുന്നു. എൻ്റെ നാട് എന്ന ഒരു അഭിമാനബോധം കുട്ടിയിൽ ഉയരുമല്ലോ. ആ ഒരു ചിന്ത കുട്ടിയിൽ ഉണർത്താൻ നമുക്ക് കഴിയണ്ടേ? അപ്പോൾ എന്തിനാണ് ഇതിനെയൊക്കെ ഭയക്കുന്നത് എന്നതാണ് നാം ഗൗരവമായി കാണേണ്ടത്. നാടിൻ്റെ അഭിവൃദ്ധി മനസ്സിലാക്കുന്നതിൽ അങ്ങനെ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. നമ്മളിപ്പോൾ നവകേരളം ലക്ഷ്യമിട്ടുകൊണ്ട് പ്രവർത്തിക്കുകയാണ്. നവകേരളത്തിൻ്റെ ഭാഗമായി ഇന്നുള്ള നേട്ടങ്ങളിൽ നിന്നുകൊണ്ട് കൂടുതൽ നേട്ടങ്ങളിലേക്ക് ഉയരുക എന്താണ് ഉദ്ദേശിക്കുന്നത്? നാം നേടിയ നേട്ടങ്ങളുടെ പ്രത്യേകത എന്താണ്? അത് നമ്മുടെ വികസനം സർവതല സ്പർശിയും സാമൂഹ്യനീതിയിൽ അധിഷ്ഠിതവുമാണ്. എന്ന് പറഞ്ഞാൽ എല്ലാ പ്രദേശങ്ങളും വികസനത്തിൻ്റെ സ്വാദറിയും, എല്ലാ ആളും കുടുംബവും വികസനത്തിൻ്റെ സ്വാദറിയും. ഇതല്ലേ പ്രത്യേകത? ഇത് നമ്മുടെ നാടിന് അവകാശപ്പെട്ടതാണല്ലോ, നാടിന് മാത്രം അവകാശപ്പെട്ടതാണല്ലോ. അത് കുട്ടികൾ മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും വേണ്ടേ? അപ്പോൾ കുട്ടിയെക്കുറിച്ചൊരു മതിപ്പ് തരുമല്ലോ. ഞാൻ ഈ നാട്ടിലാണ്, ഇത്തരമൊരു നാട്ടിൽ എനിക്ക് ജീവിക്കാൻ കഴിയുന്നു, ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇനി ഞാൻ വളരേണ്ടത് എന്ന ചിന്ത കുട്ടിയിൽ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ഭാവി പൗരന്മാർ എന്ന നിലയിൽ നമ്മുടെ നാടിൻ്റെ ഒരു കൃത്യത ഉൾക്കൊണ്ടുകൊണ്ട് നാടിനെ രൂപപ്പെടുത്താൻ അവരെ സഹായിക്കുന്ന ഒന്നായിരിക്കുമല്ലോ ഇപ്പോഴേ തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. ഇപ്പോൾ 2031 കേരള സംസ്ഥാനം രൂപം കൊണ്ടതിന് ശേഷം 75 വർഷം തികയുകയാണ്. ആ 75 വർഷം തികയുന്ന കേരളം എങ്ങനെ വേണം? ഇതിപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് 2031 എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൻ്റെ വിഷൻ എന്താണ് എന്ന് തീരുമാനിക്കാനൊരു ചർച്ച നടന്നത്. അമർത്യ സെന്നെ പോലുള്ളവരാണ് അതിൽ പങ്കെടുത്തത്. ഒരുപാട് അഭിപ്രായങ്ങൾ അതിൽ വന്നിട്ടുണ്ട്. വലിയ വിദഗ്ധരാണ് പങ്കെടുത്തത്, പണ്ഡിതന്മാരാണ് പങ്കെടുത്തത്. അതോടൊപ്പം തന്നെ ദേശീയ തലത്തിൽ അറിയപ്പെടുന്ന നേതാക്കളും പങ്കെടുത്തു. നമ്മുടെ ജമ്മു കാശ്മീരിലെ പഴയ മുഖ്യമന്ത്രി ഫറൂഖ് അബ്ദുള്ളയെ പോലുള്ളവർ. അപ്പോൾ കേരളം എങ്ങനെ വളരണം, അതിലാണ് നാം നവകേരള സങ്കല്പം മുന്നോട്ട് വെക്കുന്നത്. ആ നവകേരളം എന്ന് പറയുന്നത് വികസിത രാഷ്ട്രങ്ങളിലെ മധ്യവരുമാന രാഷ്ട്രങ്ങൾക്ക് ഇന്ന് നേടാൻ കഴിഞ്ഞിട്ടുള്ള ജീവനിലവാരമുണ്ട്. ആ ജീവനിലവാര തോതിലേക്ക് നമ്മുടെ നാടിൻ്റെ, കേരളത്തിൻ്റെ ജീവനിലവാരം ഉയർത്താനാകണം. ഇതൊരു സങ്കല്പമല്ല, യാഥാർത്ഥ്യമാകാൻ പോകുന്ന കാര്യമാണ്. അപ്പോൾ ആ ബോധ്യം കുട്ടിക്കുമുണ്ടാവണ്ടേ? കുട്ടികൾക്കുണ്ടാവണമല്ലോ. പ്രത്യേകിച്ച് കുട്ടികൾക്കാണല്ലോ ഉണ്ടാകേണ്ടത്. നാളത്തെ ഭാവി പൗരന്മാരാണല്ലോ അവരിൽ ശരിയായ ധാരണ ഉണ്ടാക്കാൻ കഴിയണ്ടേ? അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നല്ല രീതിയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ സ്വീകരിക്കുന്നുവെന്നതാണ് ഈ ക്വിസ് പരിപാടിയുടെ പ്രത്യേകത. നല്ല പങ്കാളിത്തം അതിലുണ്ടായിട്ടുണ്ട്. നിങ്ങൾ അതിൻ്റെ ഭാഗമായി നല്ല മിടുക്ക് കാണിച്ചവർ സമ്മാനാർഹരായിരിക്കുകയാണ്. ഈ പഠനം സമ്മാനം ലഭിക്കുന്നതിന് വേണ്ടി മാത്രമുള്ളതാണ് എന്ന ധാരണ ഉണ്ടാകരുത്. നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരുടെ അടുത്തും ഇത്തരം കാര്യങ്ങൾ പകർന്നു കൊടുക്കണം. അവർക്കും നമ്മുടെ നാടിൻ്റെ ചരിത്രത്തെക്കുറിച്ച് കൃത്യമായ ബോധ്യം ഉണ്ടാകണം. നമ്മുടെ
നാടിൻ്റെ പൊതുവായ മാറ്റം, സ്കൂളുകളിൽ വന്ന മാറ്റം, നൂതന സാങ്കേതിക വിദ്യകൾ നമുക്കിപ്പോൾ ഉപയോഗിക്കാൻ കഴിയുന്നത്, ഇന്റർനെറ്റും റോബോട്ടിക്കുമെല്ലാം നിങ്ങൾ നല്ല രീതിയിൽ ഉപയോഗിക്കുകയാണ്. നമ്മുടെ നാടിൻ്റെ അത്തരം കാര്യങ്ങൾ കൃത്യമായി ഉൾക്കൊണ്ടാലാണ് നാടിനെ അപകീർത്തിപ്പെടുത്താൻ ഉദ്ദേശിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ നടക്കുന്നുണ്ടല്ലോ, അതിനെതിരെയുള്ള ശരിയായ നിലപാട് സ്വീകരിക്കാൻ കഴിയുക. ഇപ്പോൾ ചില സിനിമകൾ പോലും നിർമ്മിച്ചുകൊണ്ട് നാടിനെ അപകീർത്തിപ്പെടുത്താൻ കഴിയുമോ എന്നാണ് നോക്കുന്നത്. അപ്പം അത്തരം കാര്യങ്ങളിൽ നാടിൻ്റെ ശരിയായ ചിത്രം അവതരിപ്പിച്ച് പോകാൻ നമുക്ക് കഴിയണം. അതിന് കുട്ടികൾ പ്രാപ്തരാവുക എന്നത് ഏറ്റവും പ്രധാനമാണ്. ഈ പരിപാടിയിൽ വിജയികളായ മുഴുവൻ ആളുകളെയും അഭിനന്ദിക്കുന്നു.